പല പല പരിപാടികളിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അലങ്കാരങ്ങൾ കാണാറുണ്ടാവും. അതിലൊക്കെ നമ്മുടെ കണ്ണുടക്കാറുണ്ടാവും. എന്നാൽ അതിൽ തന്നെ ഏറ്റവും നമുക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര ട്രെൻഡിങ് എന്ന് പറയാം ഇതുപോലുള്ള കുരുത്തോല കൊണ്ടുള്ള അലങ്കാരം. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത പല ഐറ്റംസ് കുരുത്തോലകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാ പരിപാടികളിലും പ്രത്യേകിച്ച് ഈ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ വന്ന പിന്നെ എല്ലാ പരിപാടികളുടെയും അലങ്കാരം നാരായണൻ ചേട്ടനാണ് ചെയ്യുക. കുരുത്തോലകൾ കൊണ്ട് ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഈ ഒരു ഫീൽഡിൽ 22ഓളം വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടല്ലേ, എപ്പോഴും സ്പീഡിലാണ്. എന്ത് എളുപ്പത്തിൽ ഓരോരോ കാര്യങ്ങളുണ്ട് കാണുന്നവർക്ക് കേട്ടോ. ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. അങ്ങനെയുള്ള ഒരുപാട് കലാവിരുത് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആളാണ്. ഒരു റോസാപ്പൂ എത്ര നിമിഷം കൊണ്ടാണ് നാരായണനേട്ടൻ ഉണ്ടാക്കിയത് നോക്കൂ. അപ്പോൾ എന്തായാലും ഇന്ന് നാരായണൻകുട്ടിച്ചേട്ടൻ്റെ വിശേഷങ്ങളാണ് കേൾക്കുന്നത്. കുരുത്തോല അലങ്കാരം നവനീത് ചേറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്പർ 1 എന്ന് പറയാം നമ്മുടെ നാരായണൻചേട്ടൻ്റെ കുരുത്തോല അലങ്കാരം. ഈ ഒരു റോസാപ്പൂ വാങ്ങിക്കൊണ്ട് നമ്മൾ നാരായണൻചേട്ടൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണ്. നവനീത് ചേറൂർ കുരുത്തോല അലങ്കാരത്തിലെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പോവാണ്. കണ്ടോ എന്ത് രസമായിട്ടാണ് ഒരു റോസാപ്പൂ വന്നത്. കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാനായിട്ട് സാധാരണക്കാർക്ക് എളുപ്പമല്ല. പക്ഷെ നാരായണൻ ഈസിയാണ്. എത്ര കാലമായി നമ്മൾ ഇങ്ങനെ കുരുത്തോല കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 25 വർഷമായിട്ട്. നമ്മൾ നവനീത് കുരുത്തോല അലങ്കാരം തുടങ്ങിയിട്ട് 25 വർഷമായിട്ട്. അപ്പൊ അതിനു മുൻപേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ചെറുപ്പത്തിൽ ഇതിലേക്ക് ഫീൽഡിലേക്ക് വരാൻ കാരണം ഞാൻ ശരിക്കും തൊഴിൽ ചെയ്തിരുന്നത് ഹൗസ് വയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഈ മേഖലയിലേക്ക് പുതിയ തലമുറയിലത്തെ കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നില്ല. കൈത്തൊഴിൽ പഠിക്കാനായിട്ട് ഒരു മേഖലയിലേക്കും കുട്ടികൾ വരാത്ത ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇത് ഉണ്ടാക്കി കളിച്ച് വന്നിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വരണത്. അപ്പോൾ ഞാൻ സ്വയം തൊഴിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു ഇതിലേക്ക് ഞാൻ വന്നു. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുരുത്തോല വെച്ച് നമ്മൾ സാധാരണ ജസ്റ്റ് ഇങ്ങനെ കുരുത്തോല തൂക്കിയിട്ടിട്ടുള്ളതൊക്കെ കാണാം. പക്ഷെ പൂക്കളായിട്ടും പിന്നെ ഓരോരോ വിളക്ക് കുരുത്തോല കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള വിളക്കും നമ്മൾ ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ ആ വിളക്കിൽ കുരുത്തോല കൊണ്ടുള്ള വിളക്കിൽ ദീപം തെളിയിച്ചുകൊണ്ട് അങ്ങനെ ഇതിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് ഫീൽഡിലേക്ക് വന്നത്. ഇതിലേക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് അറിയാൻ പറ്റും. ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കളിച്ച് വന്നിട്ടുള്ള പരിചയത്തിൽ ഞാൻ എൻ്റെ തേനകുളങ്ങര ക്ഷേത്രം എന്ന് പറയും, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അലങ്കാരത്തിന് ഞാൻ രാത്രി നിന്ന് വർക്ക് ചെയ്യാൻ പോകും. അപ്പോൾ എൻ്റേതായിട്ടുള്ള ശിക്ഷകൾ അന്നും ഞാൻ ചെയ്തിരുന്നു. പിന്നീട് വന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാൻ തന്നെ കാരണം ഞാൻ ഈ മേഖല പെട്ടെന്ന് പിടിച്ച് ഇറങ്ങിയതല്ല. ഒരു തൊഴിലേക്ക് വരണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ സ്വയം ആരും ആശ്രയിക്കാണ്ട് ഒരു തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ആദ്യം ചെണ്ട പഠിക്കാൻ പോയി. ചെണ്ട പഠിക്കാൻ പോയത് എനിക്ക് അതിനിടയിൽ വയറിങ്ങിനും പോകും. അപ്പോൾ സമയം കിട്ടാണ്ടായി, പഠിക്കാൻ പോകാനുള്ള സമയം കിട്ടാണ്ടായി. പിന്നെ ഞാൻ കുറുങ്കുഴയിൽ പഠിക്കാൻ പോയി. അതും ഇതേമാതിരി തന്നെ സമയം കിട്ടാതെ വന്നു. പിന്നീടാണ് ഞാൻ അപ്പോൾ അന്നും ഈ അമ്പലങ്ങളിൽ ഞാൻ അലങ്കാരം എവിടെയും കണ്ടാലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ശിക്ഷകൾ അവിടെ ചെയ്യും. പിന്നെ അത് ഞാൻ ഒരു പട്ടിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് സാറ്റ് തുണിയടിച്ചുള്ള വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒഴിവാക്കി ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരു വർക്കിലേക്ക് പിന്നീട് വന്ന് എത്തിച്ചേർന്നത്. പിന്നെ അത് ഞാൻ എൻ്റേതായ ശിക്ഷയുടെ ഓരോ സ്ഥലങ്ങളിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓരോ ആശയങ്ങൾ തന്നെ വരും. അപ്പോൾ ആശയങ്ങൾ ഞാൻ അവിടെ ചെയ്യും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ചെയ്ത് ഒരു നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തി ഞാൻ. പുതിയൊരു തൊഴിൽ മേഖല എന്ന് പറയാം. കാരണം ഈ ഫീൽഡ് അധികാരം ഇപ്പോൾ നാരായണചേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന വേറെ ആൾക്കാരും പല എന്നായിട്ടും കൂടുതൽ ഈ തായ്ലാൻഡിലൊക്കെ ഇഷ്ടം പോലെ ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നതാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഞാനത് അത് അവര് എൻ്റെ വർക്കുകൾ കാണുമ്പോൾ അത് ചെയ്യണം. എൻ്റെ വേറെ സ്വയം ഞാൻ ചെയ്യണത് മറ്റുള്ളവർക്ക് കാണുന്ന രീതിയല്ല. എനിക്കൊരു സ്വയം ഒരു വർക്ക് ഇതിനൊരു ആശയം വരും. ആശയാണ് ഞാൻ കൂടുതൽ ചെയ്യണത്. പിന്നെ കണ്ടാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് അല്ല ചെയ്യാന്നാണെങ്കിൽ എൻ്റെ വർക്കുകൾ കാണുമ്പോൾ ചിലർക്ക് അത് ഐഡിയ വരും. പിന്നെ ഞാൻ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആദ്യമേ വീട്ടിൽ ചെറുപ്പത്തിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് കളിച്ചിട്ടുള്ള ഈ മച്ചിങ്ങ കൊണ്ട് പമ്പരം, ഈ കിടികിടി പമ്പരം, ഈ വാഴയുടെ തണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ച് വന്നിരുന്നത്. സാമ്പത്തികത്തിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച് കളിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. അതെ, ചെറുപ്പത്തിൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ പ്രകൃതിയുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് അന്നൊക്കെ ഉണ്ടാക്കി വന്നിരുന്നത്.
പിന്നീട് അത് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു തൊഴിലേക്ക് ഇതിലേക്ക് ഉപകാരപ്പെട്ടു എന്ന് മാത്രം. അപ്പോൾ എനിക്കൊരു 65 വയസ്സായി. അപ്പോൾ എൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സ് വരെ ഞാൻ പഴയ തലമുറയിൽ ജീവിച്ചു പോകുന്നതാണ്. പിന്നെ ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പുതിയ ഐറ്റംസുകൾ വന്നു തുടങ്ങി. ഈ പുതിയ മിക്സി വന്ന്, ഗ്രൈൻഡർ വന്ന്, അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മെച്ചം കിട്ടിയതാണെങ്കിൽ പഴയ തലമുറയിൽ കളിച്ചു വന്നതിൽ കാരണം അതിന്റെ അനുഭവങ്ങളും കിട്ടി. അതെ, പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കിട്ടി. പിന്നെ പുതിയ തലമുറ ഇതിലേക്ക് വരാൻ പെട്ടെന്ന് വരണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം അവർക്കില്ല. അവർക്ക് എളുപ്പമാർഗത്തിൽ ഏതാണെങ്കിൽ അത് ചെയ്യാം. അതുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് ആരും വരില്ല. പിന്നെ അത് താല്പര്യമുള്ളവർ ഞാൻ സ്കൂളുകളിലൊക്കെ ഞാനത് ക്ലാസ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പൊതു പരിപാടികളെന്ന് പറഞ്ഞാൽ സാംസ്കാരിക പരിപാടികൾ, പിന്നെ കല്യാണങ്ങൾ, വിളക്കുണ്ടാക്കുക. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഈ ലൈവായിട്ട് എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതെ, ഇതേമാതിരിയുള്ള ഐറ്റംസ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്ര എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു മനോഭാവം എപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് ക്ഷമ വേണം. ഏത് കാര്യം നമുക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ച് നമുക്ക് വേഗമാവാം അങ്ങനെയല്ല. അത് കുറച്ച് ക്ഷമയിൽ ചെയ്യണം. അങ്ങനെ ക്ഷമയിൽ ചെയ്തിട്ടായിരിക്കും ഇപ്പൊ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതന്നെ. തുടങ്ങിയ സമയത്ത് പിന്നെ വയറിംഗ് നടത്തിയിരുന്നു. പിന്നെ വർക്കുകൾ കൂടി ഇപ്പോൾ പോകാൻ പറ്റും. നിർത്തി നമ്മൾ ഫുൾ ഇതിൽ കോൺസെൻട്രേറ്റ്. അതന്നെ. പിന്നെ ഞാൻ എല്ലാ സാംസ്കാരിക മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളായാലും അമ്പലങ്ങളായാലും പള്ളിയായാലും എല്ലാം മേഖലയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. ഈ സ്കൂൾ കലോത്സവത്തിന്റെ 52ാമത് കലോത്സവം നടന്നില്ലേ, അതിന്റെ ഇതൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ ഇവിടെ ജില്ലയുടെ കുന്നംകുളത്ത് കലോത്സവത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോ നമുക്കറിയാം എല്ലാ പരിപാടിയിലും എല്ലാ ഗവൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കും. അതല്ലാതെയുള്ള മറ്റു പരിപാടികളിലും നമ്മൾ എവിടെ ചെന്നാലും കുരുത്തോല കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അതിന്റെ സൈഡിൽ കാണാം. പിന്നെ വേറെ ആൾക്കാർ ചെയ്താലും എന്റെ അഡ്രസ്സിലെ പിന്നെ ആൾക്കാർ കാണുക. വേറെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു ബ്രാൻഡായി മാറി കുരുത്തോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നവനീത് കുരുത്തോല നാരായണചേട്ടനാണെന്നുള്ളൊരു രീതി. മേഖല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മേഖല ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് സന്തോഷം എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് സഹിച്ച് ചെയ്യണത്. അന്ന് സാമ്പത്തികമൊന്നും തുടങ്ങിയ സമയത്തൊന്നും അത്രയൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഒരു വേദികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം ഞാൻ. പിന്നെ ഒരു മേഖല ആക്കിയപ്പോൾ പിന്നെ കുഴപ്പമില്ല, ആൾക്കാർ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു തുടങ്ങി. ആദ്യ കാലത്തൊക്കെ ഞാൻ എവിടെയും പരിപാടി ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പൊ എന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങി. ഇപ്പൊ ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ബൊക്കെയൊക്കെ കൊടുക്കുമ്പോഴേ മറ്റേ വെറൈറ്റി ആയിട്ടുള്ള ബൊക്കെയൊക്കെ ആണല്ലോ കൊടുക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ഗസ്റ്റ് ഒക്കെ അത് കയ്യിൽ കിട്ടുമ്പോൾ ഇത് ആരുണ്ടാക്കിയതാന്നുള്ള രീതിയിൽ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു തെങ്ങ് വർഷത്തിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ തെങ്ങ് കൃഷിയുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആശയം നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പൊ ആ ആശയത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ അവിടുത്തെ ആ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ബൊക്കെ ആണെങ്കിലും ഒക്കെ അതനുസരിച്ച് നമ്മൾ ഡെക്കറേറ്റ്. ഇതിപ്പോ അങ്ങനെ ഒരു വിഷയം അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്യാവുന്ന ഇതുള്ളൂ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. അവർ പഠിക്കാനൊക്കെ എങ്ങനെ ചോദിക്കാറുണ്ട്. പഠിക്കാന്ന് പെട്ടെന്ന് ആരും പഠിക്കാൻ അങ്ങനെ താല്പര്യം കാണിക്കണില്ല. കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതന്നെ. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ഇത് പഠിപ്പിച്ചു തരാൻ പറ്റും. അങ്ങനെ സ്കൂളുകളിലൊക്കെ ഈ ഇപ്പോൾ വായനശാല സ്കൂളുകൾ അതൊക്കെ ഇത് സംഘടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ പോയി ക്ലാസ് ഞാൻ കൊടുക്കും. പിന്നെ അതിലൊരു അവർക്കൊന്നും ഇതൊരു തൊഴിലാക്കി എടുക്കാനല്ല ഉദ്ദേശിക്കണേ. അവര് ഇപ്പോ അതന്നെ അറിയുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടില് അവരുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെന്നെ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയാന്ന് പറയാനായിട്ട് അവർക്കൊരു സന്തോഷം. അതുമാതിരി സ്കൂളുകാർ ഇപ്പൊ കുറച്ച് ഇത് തുടങ്ങിയിട്ടുണ്ട്. എന്നാണെങ്കിൽ അവരെ ക്യാമ്പുകൾ വെക്കുമ്പോൾ എന്നെ ഉൾപ്പെടുത്തും. ഒരു സെഷൻ ഈ കുരുത്തോലയെ കുറിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് കുരുത്തോല എന്ന് പറയുമ്പോഴേ നമുക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ലല്ലോ, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോ ഞാൻ കൂടുതൽ പരിപാടികൾ നടക്കുമ്പോൾ കല്യാണമൊക്കെ നടക്കുമ്പോൾ അതിൽ ലൈവായിട്ട് ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ആ വരുന്നവർക്ക് കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അത് പിന്നെ മേഖലകൾ എത്താണെങ്കിൽ അരിഞ്ഞിത്തല മേളത്തിന്റെ പന്തല്, തിരുവമ്പാടി പാർമയൊക്കെ കൊടുക്കുന്ന അതൻ എത്താത്ത മേഖല ഇല്ല എന്ന് പറയാം. ആന്ധ്ര ഹൈദരാബാദ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അധികം യാത്രകൾ എനിക്ക്
കുറച്ചധികം ഇപ്പോൾ കുറച്ചൊക്കെ തുടങ്ങി ഇവിടെ ഇഷ്ടംപോലെ വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ യാത്ര പോയ ഒരു വർക്കിന് പോയ ക്ഷീണം വേണ്ടല്ലോ അല്ലേ? ഒരുപാട് യാത്ര ചെയ്ത് തന്നെ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ 3-4 വർക്കുകൾ ഒരേ ടൈമിൽ വരുമ്പോൾ നമുക്ക് യാത്ര പോയ ഒരു 5 ദിവസം ഏറ്റവും കുറവ് 5 ദിവസം വരും. ഒരു ദിവസം പോയി നോക്കണം, ഒരു ദിവസം 2 ദിവസം വർക്ക് ചെയ്യണം, തിരിച്ചു വരണം. പിന്നെ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം ഇതിനു വേണ്ടി ചിലപ്പോൾ മെനക്കേണ്ടി വരും. ആന്ധ്രയിലൊക്കെ പോയത് 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഉള്ള വർക്കുകൾ പോവാണ്. പിന്നെ എന്നെ ആശ്രയിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈവെന്റുകൾ ഞാൻ വർക്ക് കൊടുക്കണ വർക്കുണ്ട്. അപ്പോൾ അവർക്ക് വർക്കുകൾ കിട്ടാണ്ട് ബുദ്ധിമുട്ട് വരും ഞാൻ യാത്ര പോയി കഴിഞ്ഞാൽ. അപ്പോൾ പരമാവധി ഞാൻ ഇവിടെ തന്നെ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ നാളെ വർക്ക് ഉണ്ടെങ്കിൽ ഇന്നാണോ ഇതിന്റെ കാര്യങ്ങളൊക്കെ? നമ്മൾ നാളെ രാവിലെ പരിപാടിയാണെങ്കിൽ ഇന്ന് അതിൻ്റെ കാലത്തോട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ അടുപ്പിക്കലും കാര്യം ചെയ്ത് പണി തുടങ്ങും. ഫിനിഷിംഗ് വർക്ക് വരുന്നത് രാത്രി വർക്ക് വരിക. ഒരു നാളെ രാവിലേക്ക് കഴിയാവുന്ന നിലയ്ക്ക് പണി ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് ചിലർ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാൻ പറയും. ചിലർ അവർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, ആ ബഡ്ജറ്റിൽ ഒതുങ്ങണ മാതിരി ചെയ്താൽ മതി എന്ന് പറയും. പരമാവധി എന്നോട് അങ്ങനെ അത് വേണം ഇത് വേണമെന്നും പറയാറില്ല. ഭംഗിയാക്കണ ഇതിൽ ചെയ്യാന്നുള്ള ഇതുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഗണിഷ്ഠമായിട്ട് ഇത്ര കാശ് എമൗണ്ട് പറഞ്ഞ് അങ്ങനെ ചെയ്യണവർക്കല്ല എന്നത് എനിക്ക് സന്തോഷം കൂടിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് നന്നായി എന്ന് പറയണ കേൾക്കുമ്പോൾ എനിക്കൊരു അഭിതാണ്. പിന്നെ ഒരു ഇതല്ലാതെ തന്നെ ആദരിക്കല് അതൊക്കെ വരുമ്പോൾ എനിക്ക് ഈ വർക്ക് തുടർന്ന് പോകാനുള്ള ഒരു ഇതുണ്ട്, ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അംഗീകാരങ്ങൾ കിട്ടുകയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടില്ല. ബുദ്ധിമുട്ടി അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുള്ളൂ. ആരും അംഗീകരിക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ അങ്ങനെ അംഗീകരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വേറെയുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഒരു എല്ലാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി പറയാത്ത ഇതില്ല എന്ന് പറയാം. എല്ലാ ടൈപ്പ് പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിക്കും ചെയ്യുന്നുണ്ട്. ഈ കുരുത്തോലൊക്കെ കിട്ടാനായിട്ടേ അത് എങ്ങനെയാണ്? കുരുത്തോല കിട്ടാണെങ്കിൽ എനിക്ക് പരമാവധി പാർട്ടി ഇപ്പം അമ്പലത്തിലാണെങ്കിൽ അമ്പലക്കാർ സംഘടിപ്പിച്ചു തരും. പിന്നെ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ തെങ്ങ് എവിടെയെങ്കിലൊക്കെ മുറിക്കുമ്പോൾ എന്നെ അവർ വിളിക്കും. അല്ലെങ്കിൽ എന്നെ വഴിയിൽ മുറിച്ച് കിടക്കണ കണ്ടാൽ തന്നെ ആൾക്കാർ എന്നെ വിളിച്ച് പറയും. അപ്പോൾ ഞാനത് കുറച്ചൊക്കെ സ്റ്റോക്ക് ചെയ്യും. കണ്ടമാനം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, കേടായി പോകും. അപ്പോൾ അതിൽ പരമാവധി അവർ തരാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു സൗകര്യം ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇതിൽ പിന്നെ ഓരോരോ ഐറ്റംസ് പുതുതായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ അറിയാണ്ട് തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നെ ആശയങ്ങൾ വരും. ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത് ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു ആശയം പുസ്തകങ്ങൾ വെച്ചിട്ടുള്ള ഒരു വിളക്കുണ്ടാക്കുക എന്നുള്ള ഒരു ആശയം തന്നെ വന്നു. അപ്പോൾ ഞാൻ ആ ആശയത്തിലേക്ക് ഞാൻ പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരു വിളക്കിൻ്റെ ഒരു ഇത് ചെയ്തു. പിന്നെ അക്ഷരമാലകൾ വെച്ചിട്ട് ഒരു സൂര്യകാന്തി പൂ ഉണ്ടാക്കി ഞാൻ സ്റ്റേജ് അലങ്കരിച്ചു. അപ്പോൾ ആ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് അനുയോജ്യമായിട്ടുള്ള ആശയങ്ങൾ തന്നെ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ മനസ്സിൽ വിചാരിച്ച് നടന്നിട്ട് ചെയ്യണതല്ലാന്ന്. ഒരു ഇത് പാർട്ടി എന്നോട് പറയും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തോളാൻ പറഞ്ഞ് എനിക്ക് വിട്ടുതരണം. അപ്പോൾ എൻ്റെ ആശയം അവിടെ ഞാൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുദ്ദേശിക്കായിട്ടും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് സന്തോഷം വരുന്നത് ഞാൻ കാണുന്ന സമയത്ത് എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ ഒരു സന്തോഷ പ്രകടനം കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. ഞാൻ എപ്പോഴും ഓരോ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഞാനെങ്കിൽ നമ്മളൊരു വർക്ക് കണ്ടു അതുമാതിരി ചെയ്തു, അതേമാതിരി തന്നെ വേറെ അങ്ങനെയല്ലാന്ന് പല സ്ഥലത്തും ഓരോന്നും വ്യത്യസ്തമായിരിക്കും. നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അതിനോട് അടുപ്പുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഒരു സ്റ്റാർ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ തൂക്കിയിടണമെങ്കിൽ അങ്ങനെ തൂക്കിയിടാം. നമുക്ക് ഒരു ഫ്ലവറിൽ മറ്റേ ചട്ടിയിൽ ഫുള്ളായിട്ട് വെക്കാം, ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അതൊക്കെ ഓരോ ടൈമിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്തും ഭംഗിയാണ് ഓരോന്നും. ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടില്ല. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാല്ലേ. പിന്നെ എല്ലാവർക്കും ഇത് അത്രയും മാത്രം അറിയണമെന്നില്ലല്ലോ. പിന്നെ പോലെ എല്ലാവർക്കും അറിയില്ലെങ്കിൽ ചിലപ്പോൾ സഹായിക്കാനായിട്ട് നിൽക്കും. മക്കൾക്കൊക്കെ അപ്പൊ അറിയോ? അവര് ചെറുപ്പത്തിലൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നു. പിന്നെ ഇപ്പോൾ അവരേതായിട്ടുള്ള ഓരോ തൊഴില് അവര് കണ്ടുപിടിച്ച് അതിലേക്ക് മാറിയെന്ന് മാത്രം. പിന്നെ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാൻ നിൽക്കും. ഭാര്യയും അവർ ഉണ്ടെങ്കിൽ സഹായിക്കാൻ നിൽക്കുന്ന മാത്രം. കൂടുതൽ ഞാൻ തന്നെ ആയിരിക്കും. കൂടുതൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു പണിക്കാരെ കൊണ്ട് ചെയ്ത് കൂടെ ഉണ്ടാവില്ല. പിന്നെ സഹായം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എനിക്ക് സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഇന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ
വല്ലാണ്ട് ഹൈറ്റിലൊക്കെ ആണെങ്കിൽ അവർ സംഘാടകർ തന്നെ അവരെന്നെ കെട്ടാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ വേണം. അപ്പൊ നമ്മള് രാത്രിയൊക്കെ ഇരുന്ന് കുറെ ടൈം എടുത്ത് ചെയ്യാം. കൂടുതൽ രാത്രി വർക്കാണ് കൂടുതൽ വരിക. അതാണെങ്കിൽ നാളെ രാവിലേക്ക് വരണമെങ്കിൽ ഇന്ന് പകല് തൊട്ട് തുടങ്ങിയാൽ നാളെ സമയമാകുമ്പോഴേക്കും കഴിയുള്ളൂ. എന്നാലും നമുക്ക് ആ പരിപാടി ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 10 മണി 11 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ട് പരമാവധി വർക്ക് കയറ്റും. ഒരുവിധം സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ പരിപാടിക്കാര് ആ ഇതിലേക്ക് വരുന്ന വരെ ഞാൻ ചെയ്തോണ്ടിരിക്കും. ഇതില് ഏതെങ്കിലും പരിപാടി ലേറ്റ് ആവാൻ തുടങ്ങാന്ന് വെച്ചാൽ ഐറ്റംസിന്റെ എണ്ണം കൂടി വരും. അപ്പൊ ആൾക്കാർ പറയും കഴിഞ്ഞില്ലൊക്കെ ചോദിക്കും. എന്നാലും എനിക്ക് അത് സംതൃപ്തി കിട്ടാൻ വേണ്ടിട്ട് ഒന്നുകൂടി ഞാൻ ചെയ്യണം. വെറുതെ ഇരിക്കാൻ പറ്റില്ല. വെറുതെ ഇരിക്കില്ല. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോരാൻ തോന്നില്ല. അപ്പൊ മറ്റുള്ളവർ വരിക്കും ഇത് പണി കാണുമ്പോൾ ഇതെന്താ കഴിയാത്ത വെച്ചിട്ട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ കൂടുതൽ ചെയ്യാന്ന് പറയും. നമ്മളിതില് കുരുത്തോല ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വാഴയുടെ കൊടപ്പനൊക്കെ വെച്ച് ചെയ്യല്ലേ, വിളക്കിലൊക്കെ. അത് വിളക്കിന്റെ ആ മുകളിൽ വെക്കുന്നതൊക്കെ വാഴക്കുടപ്പുണ്ട്, താമരപ്പൂ ഉണ്ടാക്കാം, കുരുത്തോലയുടെ തന്നെ പൈനാപ്പിൾ ഉണ്ടാക്കാം, സൂര്യകാന്തി പൂവ്, കുറെ ഐറ്റംസ് ഉണ്ട്. അത് പലതരം വിളക്കുകളുണ്ട്. ഈ ചെടിയായിട്ടുള്ളൊരു വിളക്കുണ്ട്, ഈ സൂര്യകാന്തി പൂവ് വെച്ചിട്ട്, പിന്നെ സാധാരണ ഒരു തോരനിട്ടൊരു വിളക്കുണ്ട്, പിന്നെ അതിൽ തന്നെ പൂക്കൾ വെച്ചിട്ടുണ്ട്. അത് ഈ സമയം കിട്ടണമെങ്കിൽ അതനുസരിച്ച് ഞാൻ വർക്ക് അതിന്റെ ഒരു വർക്കിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അത്രയും ഭംഗിയാക്കിയിട്ട് അതന്നെ സമയം. പിന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു പരിപാടി ഡേറ്റിൻ്റെ ടൈമിൽ വേറെ 2-3 വർക്ക് വേറെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളവർ പറ്റില്ല എന്ന് പറഞ്ഞ് മാറാനും പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പരമാവധി അത് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കും. ഇതൊരു പാമ്പിനുണ്ടാക്കിയതാണ്. എനിക്കറിയുന്ന പാമ്പ് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ രണ്ടെണ്ണം മാറ്റി മറച്ചു വെക്കുന്നത്, ഇങ്ങനെയും മടക്കി ആ പാമ്പ് മാത്രമേ അറിയുള്ളൂ. ഇത് വേറെ ടൈപ്പ് പാമ്പാ. നമ്മൾ ഈ ഓല കൊണ്ടുള്ള ഐറ്റംസ് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പീപ്പി, പമ്പരം, ആ തിരിച്ചുള്ള പാമ്പ് ഇത്രയൊക്കെ അറിയായിരിക്കുള്ളൂ. പക്ഷെ അതൊന്നൊക്കെ വിട്ടിട്ട് വേറെ ലെവൽ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതെ, വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക്. മറ്റേതൊക്കെ എല്ലാവരും ചെയ്യണതല്ലേ. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ പീപ്പി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവർക്ക് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം അറിയാം. സാധാരണ ഇപ്പൊ വെറൈറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കും. ആദ്യകാലത്തൊക്കെ കളിച്ചിരുന്നത് കണ്ണട, പീപ്പി, ഓലപ്പാമ്പ്, അതൊക്കെയാണ്. അങ്ങനെ സാധാരണക്കാരായിട്ടാണ് നമ്മുടെ തുടക്കം. സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന ഐറ്റംസ്. പിന്നെയാണ് നമ്മൾ ഇതിൽ ഗവേഷണത്തിലൊക്കെ പോകുന്നത്. അത് തന്നെ ഓരോന്നും വരണം. നമ്മള് സ്റ്റേജ് ലൊക്കേഷൻ്റെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആശയങ്ങൾ തന്നെ മനസ്സിലേക്ക് വരണം. ഈ തുടക്കത്തിൽ ഈ കളി ഉണ്ടാക്കി അന്നൊക്കെ കളിച്ചതൊക്കെ പീപ്പി ഉണ്ടാക്കുക, കണ്ണട വയ്ക്കുക, വാച്ച് ഉണ്ടാക്കുക, അതൊക്കെയാണ് അന്നത്തെ കളിപ്പാട്ടങ്ങൾ. അത് നമ്മുടെ അച്ഛനമ്മമാർ അത് ഉണ്ടാക്കി തരും. പിന്നെ പ്രാധാന്യമായിട്ട് വലിയ പൂരത്തിന് പോകുമ്പോഴേക്കിനെ ഒരു ചെറിയൊരു കളിപ്പാട്ടം മേടിച്ച് തരുള്ളൂ. അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ സാമ്പത്തികം വളരെ കുറവായിരുന്നു. അങ്ങനെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച് കളിക്കുന്ന പണിയില്ല. എല്ലാം ഉണ്ടാക്കിയതാണ്. കൊട്ടത്തോക്ക്, തെങ്ങിൻ്റെ പട്ട കൊണ്ട് ഈ കാള ഉണ്ടാക്കുക, പ്ലാവിൻ്റെ ഇല കൊണ്ട് കാള ഉണ്ടാക്കുക, ആദ്യകാലത്തുള്ള കളിപ്പാട്ടങ്ങൾ. അത് പഴയ തലമുറയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു 50 വയസ്സ് ഉള്ള ആളുകൾക്കാണ് ഇതൊക്കെ കൂടുതൽ പരിചയം. അതെ, ഇങ്ങനെ ഈ പറയുമ്പോൾ എന്തൊക്കെയാ കളിപ്പാട്ടങ്ങൾ അവർക്ക് തന്നെ അറിയുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് പറയുമ്പോൾ എന്താണെന്ന് തന്നെ അറിയില്ല. പിന്നെ ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്ക് വേറെയാണ്. അതാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് ഉണ്ടാക്കി കളിക്കാനോ അല്ലെങ്കിൽ അതിനോ ശ്രമിക്കണില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് തെങ്ങ് തന്നെയാണല്ലോ. തെങ്ങിന്റെ എല്ലാ ഐറ്റംസും, തെങ്ങിന്റെ ഓലകളെ കൂടുതൽ ഓല എല്ലാം ഉപയോഗിക്കും. എല്ലാം ഉപയോഗിക്കും. ഈ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തെങ്ങിന്റെ ഒരു കവർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതൊക്കെ ബൊക്കയിലേക്ക് ഉപയോഗിക്കാൻ. പിന്നെ തെങ്ങിന്റെ പൂക്കല അതിൽ ഉപയോഗിക്കും. ഈ മാവില പോലുള്ള മറ്റു ഇലകൾ തന്നെ വേറെ ഉപയോഗിക്കും. ഡെക്കറേഷൻ ഒക്കെ മാവിന്റെ ഈ തോരണങ്ങൾ ഇടുമ്പോൾ മാവിന്റെ ഇല ഉപയോഗിക്കും. പിന്നെ ബ്രാഹ്മണത്തിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ മാവിന്റെ ഇല നിർബന്ധമാണ്. അവര് ഈ വാതിന്റെ അവിടെ മാവിന്റെ ഇല ഇടാൻ പറയും. പിന്നെ തോരണത്തിന് പ്രകൃതിയുടെ ഇത് കിട്ടിയാലും അത് നല്ല ഇതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഈ കൈകളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ കുറച്ച് സമയം കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് നമുക്കിങ്ങനെ നമുക്കൊരു കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് തീരില്ല. ഇവിടെ തീരില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അവസാനിക്കുന്നില്ല. എത്ര സമയം കിട്ടുന്നോ അത്രയും സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇതിലിപ്പോ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയത് മാത്രമേ എന്റെ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേജ് വർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളായുള്ളൂ. ഞാൻ മറ്റുള്ള ആൾക്കാർ പല ആൾക്കാരും
ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഇറങ്ങട്ടെ, അത് അങ്ങനെ നല്ലതാണ്. പ്രകൃതിക്ക് ഒരു ദോഷമില്ലാത്ത സാധനങ്ങൾ ചെയ്യണം. പിന്നെ ഓരോ മാറ്റങ്ങൾ വരണം. പല ആൾക്കാരും ചെയ്തിട്ട് പല ആൾക്കാരെ ഇത് മനസ്സിലുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വരണം, നല്ല കാര്യമല്ലോ. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ അത് ചെയ്യാൻ തോന്നും. നമ്മളിങ്ങനെ ഒരുപാട് വർക്ക് പല മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ സിനിമയിലാണ്? ബാംഗ്ലൂർ സിനിമ, അതില് തുടക്കം വാങ്ങല്ലേ, പച്ചക്കിളി കയറുകോട്. പിന്നെ പ്രേമത്തിലെ മലരെ എന്നുള്ള പാട്ടിന്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ നിവേദ്യത്തില് ഓടക്കുഴൽ വിളി കേട്ടു എന്നുള്ള പാട്ടുണ്ട്. ആ സെറ്റൊക്കെ അതിലുള്ള സെറ്റിൽ കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കുരുത്തോല അലങ്കാരമൊക്കെ ചേട്ടൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയാ, സിനിമയായിട്ട് അത് നമ്മൾ സാധാരണ ചെയ്യണതും സിനിമയിൽ ചെയ്യണതും വ്യത്യാസം. സിനിമയിൽ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. എന്നാണെങ്കിൽ നമ്മൾ അവർക്ക് ഓരോ സെറ്റ് വരുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. മറ്റൊരു സാവകാശം കിട്ടില്ല. അവർ ഒരു സെറ്റ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ ഒരു പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് തിരക്ക് പഠിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേത് കുറച്ച് സാവകാശം കിട്ടും. നമുക്ക് സ്റ്റേജ് വർക്ക് കഴിയുമ്പോൾ ഒരു സാവകാശം ചെയ്യാൻ മാത്രം. ഇത് അവർക്ക് സമയം കിട്ടാൻ കളയാണ്ട് ഇരിക്കാനായിട്ട് നമ്മൾ വേഗം ചെയ്യാൻ പറയും. അപ്പോൾ തിരക്ക് വേഗം സ്പീഡിൽ ചെയ്യും. പിന്നെ എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ താൻകുളങ്ങര ക്ഷേത്രമുണ്ട്. വെന്നൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, താൻകുളങ്ങര ക്ഷേത്രം. അവിടെയാണ് എൻ്റെ തുടക്കം വെക്കുന്നത്. ഞാൻ കുളങ്കുഴി പഠിക്കാൻ പോയി ഇപ്പോൾ ഒരു പട്ടിൻ്റെ അലങ്കാരം കണ്ടു. ആ അലങ്കാരം ഒല്ലൂക്കര ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് ഞാൻ. എന്നിട്ട് ഈ ആ അലങ്കാരം ഞാൻ ആദ്യമായിട്ട് നാട്ടിലെ അമ്പലത്തിൽ അലങ്കാരം ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പട്ടിലുള്ള അലങ്കാരം ഒരു പട്ടെന്ന് സാറ്റൻ തുണി അടിച്ചിട്ടുള്ള തുണി, അതാണ് പല കളറായിട്ട് ഈ സാറ്റൻ തുണി അലങ്കാരം ഞാൻ അമ്പലത്തിൽ നിന്ന് മേടിച്ച എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ അലങ്കാരം ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് എന്ന് പറഞ്ഞൊരു പ്രോത്സാഹനം കിട്ടിയത് സ്വന്തം നാട്ടിൽ തന്നെ. അപ്പൊ നമ്മുടെ അമ്പലത്തിലുള്ള അലങ്കാരത്തിലൂടെ തുടങ്ങിയതാണ്. പിന്നെ ആ ഒരു അലങ്കാരം എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പട്ടിന്റെ വർക്ക് ചെയ്തു. പിന്നെ അത് പെട്ടെന്ന് കേടായി പോയി. പിന്നെ അത് നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ അത് ചിലവ് കൂടുതൽ, പെട്ടെന്ന് കേടായി പോവുക. അങ്ങനെ വന്നപ്പോൾ പട്ടിനെ നിർത്തി കുരുത്തോലയ്ക്ക് മാത്രമായി. അപ്പൊ ഇതെന്തായാലും ഈ കുരുത്തോല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ നമുക്ക് പറയാം നാരായണൻ ചേട്ടൻ. കാരണം നമ്മൾ എവിടെ കുരുത്തോല കാണുന്നു, കുരുത്തോല കൊണ്ട് ഒരു ഡെക്കറേഷൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഈ ഒരു രൂപമായിരിക്കും കേട്ടോ. കാരണം കുറേ സ്റ്റേജസിൽ പ്രോഗ്രാം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേജിലല്ലാതെ തന്നെ മറ്റ് അലങ്കാരങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ ആണെങ്കിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഉള്ള ഫംഗ്ഷൻസ് ആണെങ്കിലും അതിന്റെ ഡെക്കറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പല ഫംഗ്ഷൻസിലും ഇങ്ങനെ ഒരു കുട്ടികൾക്കൊക്കെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കോർണർ ഉണ്ടാവില്ലേ, അവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നു. അങ്ങനെ കുരുത്തോല ഏതൊക്കെ മേഖലകളിൽ എത്തി എന്നുള്ളതാണ്. ഈ ഒരു കുരുത്തോല ഇവിടെ വരെ ഇത്രയും ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൗതുകത്തോടു കൂടി നോക്കണമെങ്കിൽ അതിനൊരു റീസൺ നാരായണൻ ചേട്ടനാണ്. കാരണം ഇദ്ദേഹത്തെ പോലെ ഈ ഒരു കലയെ, ഇത് ശരിക്കും ഒരു കലാകാരൻ തന്നെയാണ്. നമ്മൾ കുരുത്തോല കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊരാൾക്കും പെട്ടെന്ന് വന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇതിനോടുള്ള ഒരു ഇഷ്ടവും ഇതിനായിട്ട് സമയം മാറ്റിവെക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് വേണമല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ പണം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഈ ഒരു കല മറ്റുള്ളവരിലേക്ക് എത്തുക, അതിൽ നിന്ന് അവർ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ ഒരു സന്തോഷം, ഇത് കാണുമ്പോൾ നന്നായി എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതൊക്കെ തന്നെയാണ് നാരായണ ചേട്ടനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതുതായി കണ്ടുപിടിക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ഒരുപാട് മേഖലകളിലും ഒരുപാട് സ്ഥലങ്ങളിലും നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനിയും അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ നാരായണന് വലിയ താല്പര്യമില്ല. പക്ഷേ ഇനിയും ഒരുപാട് സ്റ്റേജസിൽ പുതിയ ഐറ്റംസ് ആയിട്ട് ഇനിയും എത്താനുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഇത് തിരുവമ്പാടി ക്ഷേത്രം തൃശ്ശൂരത്തിന് ചെയ്യണതാണ്. ഇത് വടക്കുന്നാഥ ക്ഷേത്രം ആനൂട്ടിൻ്റെ ടൈമിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് കലിഞ്ഞിത്തറ മേളം നടക്കുന്ന പന്തൽ കാര്യം ചെയ്തിട്ടുള്ള. അപ്പോൾ എൻ്റെ തുടക്കം ഞാൻ തന്നെയാണ് എൻ്റെ തുടക്കം വെച്ചിട്ടുള്ളത്. അന്ന് വെറുതെ ഈ പന്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വർഷങ്ങളായിട്ട്. ഇത് തെക്കേ ഗോപുരം, തൃശ്ശൂരത്തിൻ്റെ തെക്കേ ഗോപുരത്തിൽ ഗോപുരത്തുമ അലങ്കാരം ചെയ്തതാണ്. ഇത് ഉണ്ട്. ഇത് ബാംഗ്ലൂർ സിനിമത്തെ ആ സെറ്റ്, ആ പാട്ടിൻ്റെ കല്യാണ വീട്. ഇത് പ്രേമത്തിലെ മലരെ എന്നുള്ള പാട്ടിൻ്റെ. പിന്നെ അപ്പോൾ ഓണം സെലിബ്രേഷൻ അവരുടെ കോളേജിൽ. പിന്നെ അന്യം നിന്ന് പോണ കലേനെ എന്നെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഫോക്ലോർ അക്കാദമി എന്നെ ആദരിക്കുന്നതാണ്. സുനിൽകുമാർ വൈഗ എന്നൊരു കാര്യമുണ്ട്, തൃശ്ശൂർ വൈഗ നടന്നിട്ടുള്ള. അപ്പോൾ അതിന് ഞാൻ 2 പ്രാവശ്യം ഞാൻ അന്യാലങ്കാരം ചെയ്ത് കഥകളിയുടെ ആശാനാണ്. ഇത് ഗോവയ്ക്ക് കൊണ്ടുള്ള ഒരു
വാഴക്കൊല, അത് ഗോവയ്ക്ക വെച്ചിട്ട് ഗോവയ്ക്ക. ഇത് അടയ്ക്ക, ഇത് അടയ്ക്ക, ഇത് ചക്ക ഉണ്ടാക്കിയതാണ്. ഒരു തോരൻ ചക്ക. കൊറേ സമയം നല്ല സമയം എടുത്തു. ഇത് പൈനാപ്പിള്. ഇത് ഒറിജിനൽ ചക്ക ഇങ്ങനെ എൻ്റെ അടിത്തറ. അപ്പോൾ അത് ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചക്കയുടെ ഷേപ്പും ഇലയും തണ്ടും ഒക്കെ ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെടുത്ത്. വേറെ പിന്നെ നമ്മൾ അതിന് തെർമക്കോള് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ളത് ഇത് തന്നെ, നാച്ചുറൽ ആയിട്ടുള്ള അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പൈനാപ്പിള്. പൈനാപ്പിളിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഇളവന കുമ്പളങ്ങ. ആ കുമ്പളങ്ങ ഷേപ്പിൽ വരുമ്പോൾ അത് പിന്നെ ഓല മടക്കി നമ്മളിങ്ങനെ കുത്തി എൻ്റെ മനസ്സിലൊരു ആശയം ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്കൊരു ഈ പൈനാപ്പിളിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കണ ഒരു ആശയം വന്നപ്പോൾ ഞാൻ അത് ചെയ്തതാണ്. പിന്നെ അത് റോസാപ്പൂ, ഈ കുരുത്തോല കൊണ്ടുള്ള റോസാപ്പൂ, അതെ ബൊക്കകള്. ഇത് വൈക, ഈ പച്ചക്കറി വെച്ചിട്ടുള്ള വിളക്കത്. സാഹിത്യ അക്കാദമിയുടെ വിളക്ക് വെക്കാനായിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി ഇത് കത്തിക്കണം. ഇത് കൃഷിമന്ത്രി രാധാകൃഷ്ണയുടെ. പിന്നെ ഇത് അവിടെ ഈ കൃഷി വകുപ്പിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത പൈനാപ്പിളും റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കിയത്. ഇത് SP ബാലസുബ്രഹ്മണ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ദേവമാത സ്കൂളിൽ ചേതനക്കാരൊരു പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ വിളക്കുകൾ ഉണ്ടാക്കി. എല്ലാവരും ഒരേ വേദിയിൽ. പിന്നെ യേശുദാസ് ചേതനക്കാരെ പരിപാടി തന്നെ. എല്ലാ ഒരു വേദിയിൽ എല്ലാവർക്കും ഒരുമിച്ച് കത്തിക്കാനായിട്ട് എല്ലാവരും ഈ വിളക്കുകൾ. ഇത് റവന്യൂ കലോത്സവത്തിന് ഉണ്ടാക്കി വിളക്കത്. ഇത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു പരിപാടിക്ക് ഒരു വേദിയിൽ എല്ലാവർക്കും ഒറ്റയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിളക്കുകൾ നമ്മൾ റെഡിയാക്കണം തന്നെ. ഇത് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് ഞാൻ ആ കവാടം അലങ്കരിച്ചതാണ്. ഇത് പട്ടിക്കാട് നടന്നൊരു പരിപാടിയുടെ ഇത് ആദരിക്കുന്നതാണ്. നെടുമ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവരെ പച്ചക്കറി തുടങ്ങിയിരുന്നു. സുനിൽകുമാർ മന്ത്രിയായിട്ടുള്ള സമയത്ത് പച്ചക്കറി തുടങ്ങിയതിൻ്റെ ഉദ്ഘാടനത്തിന് അപ്പം എന്നെ ആദരിക്കുന്നതാണ്. ഇത് ഒരു പട്ടിക്കാട് നടന്ന ഒരു പരിപാടിയാണ്. ആദ്യത്തെ കളക്ടർ. ഇത് പൂക്കളങ്ങൾ ഉണ്ടാക്കിയതാണ്. കുരുത്തോല പൂക്കളം. ഇത് പലതരം പൂക്കളങ്ങൾ. ഇത് ദീപാവലിക്ക് ദീപങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ ചെരാത് മാരി മോഡൽ ഉണ്ടാക്കിയിട്ട് തൊഴിൽ ചെരാത് മാരി ഉണ്ടാക്കിയിട്ട് നാടൻ തിരി കത്തണ മാരിയുള്ള ഒരു നാടൻ. എൻ്റെ മനസ്സിലൊരു ആശയം വന്നാണത്. ഈ ഇങ്ങനെ ദീപാവലി വന്നപ്പോൾ ഞാനൊരു മനസ്സിലൊരു ആശയം. ഇപ്പോൾ ഞാൻ ഒരു ചെരാത് മാരി ഉണ്ടാക്കി. പിന്നെ അത് ദീപം തെളിയിക്കുന്ന മാരിയുള്ളൊരു നാടൻ ഉണ്ടാക്കി. ഇത് പൂക്കളം. ഇത് പലതരം പൂക്കളങ്ങളാണ്. അതിന് 58 തിരി കത്തിച്ച വിളക്കത്. ഈ 58ാമത്തെ കലോത്സവം തൃശ്ശൂർ നടന്നപ്പോൾ 58 തിരി കൊടുക്കാനായിട്ടുള്ള വിളക്കണത്. റവന്യൂ കലോത്സവം ഈ ഞാലക്കൂടെ നടന്ന പരിപാടിക്ക് 33 വിളക്കുണ്ടാക്കിയത്. അതിനുള്ളിലൊക്കെ ചെരാത് കത്തിക്കുന്നത്. പലതരം റീത്തുകളാണത്. ഈ റോസാപ്പൂവും ഇതൊക്കെ വെച്ചിട്ട് റീത്തുകളും റീത്ത് ഉണ്ടാക്കും. പിന്നെ ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആ ഒരു ലോഗോ, സിയാലിൻ്റെ ലോഗോ ഉദ്ഘാടനത്തിന് ഞാൻ എൻ്റെ വേദി അലങ്കരിച്ചു കൊടുത്തത്. വിളക്കുണ്ടാക്കിയത്. പിന്നെ ലോഗോ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. പലതരം വിളക്കുകൾ. ഫ്ലവർ ഷോ നടന്ന സമയത്ത് ഇത് ഒരു ടൈപ്പ് വിളക്ക്. ഇത് ദീപസ്തംഭന്മാരുള്ളൊരു വിളക്ക്. ദീപസ്തംഭം. ഇത് ഫ്ലവർ ഷോ നടന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ആശയം അപ്പോൾ വന്നതാണ്. അതന്നെ. ഇത് വേറെ ടൈപ്പ് വിളക്ക്. ഇത് ഓണാഘോഷത്തിൻ്റെ സമാപനത്തിന് പുലിക്കടി കഴിഞ്ഞിട്ട് സമാപനത്തിന് കിടക്കത്. ഇത് ഭരതന് മാല ഉണ്ടാക്കിയതാണ്. ഈ ഭരതൻ വരാറുണ്ട്. ഇത് KPC എഴുതിക്ക് ഞാൻ റീത്ത് വെക്കണതാണ്. ഇതാണ് അത് വെക്കാൻ പറ്റുന്നു. ഈ റീത്ത് വെച്ച ഇന്നസെന്റ് ബൊക്കെ കൊടുക്കുന്നതാണ്. ഇത് ഇന്നസെന്റ് മരിച്ചിട്ട് ഞാൻ റീത്ത് വെക്കുന്നതാണ്. ഇത് മാതൃഭൂമിയുടെ സ്വീഡ് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പാർമേക്കാവ് സ്കൂളിൽ വെച്ചിട്ട് ആ പരിപാടിയാണ്. അപ്പം അതിന് വിളക്ക് ഇന്നസെന്റ് തെളിയിക്കണം. ഈ ചെടി ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ചെടി. തൃശ്ശൂർ എൻ്റെ കേരളം പരിപാടിക്ക്
കുട്ടികൾക്ക് ഞാൻ ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണതാണ്. ആ. ഇപ്പോൾ മന്ത്രി രാജൻമൻ്റെ ഹിന്ദു അവരൊക്കെ വന്നിട്ട് അവർക്ക് കൊടുക്കണത് ഞാൻ. എൻ്റെ ഇതിൽ തന്നെ ഒരു മൺപാത്രത്തിൻ്റെ ഇതുണ്ടായിരുന്നു, പിന്നെ പുലിക്കളി വേഷം അണിയുണ്ടായിരുന്നു, എന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ തലമുറയ്ക്ക് കാണിക്കാൻ എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു. ടൂറിസത്തിൻ്റെ ഇതിൽ വന്ന ഇതാണ് ഈ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത്, ക്ലാസ് കൊടുക്കുന്നത്, ഇത് എന്നെ ആദരിക്കുന്നത്. ഇത് കല്യാണ മണ്ഡപത്തിലൊക്കെ ചെയ്യുന്ന വർക്കുള്ളത്. പിന്നെ സ്റ്റേജ് ചെയ്യും. ഇത് സ്റ്റേജിൻ്റെ ഉള്ളിൽ മറ്റേ ഈ വിളക്കുകളൊക്കെ വരുന്നിടത്ത് വെക്കുന്ന വർക്കുള്ളത്. കയറ്, പനോല, കുരുത്തോല, 3 ടൈപ്പ് സ്റ്റാറാണത്. ക്രിസ്മസ് ടൈമിൽ വന്ന ആശയമാണത്. 3 തരം വിളക്ക് ഈ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട്. ഇത് പാർമിക്കാവ് ദേശപ്പാട്ടിന് ചെയ്യുന്നതാണ്. കുരുത്തോല മെടഞ്ഞിട്ടുള്ളൊരു ചെടിയത്, എല്ലാ അമ്പലത്തിൻ്റെ സെറ്റണത്. മധു, ഇത് ഏഷ്യാത്തിന് ഞാൻ പൊക്കി കൊടുക്കണം. ഞാറ്റുവേല ചന്ത നടന്ന സമയത്ത് പച്ചക്കറികൾ വെച്ചിട്ട് ഞാൻ ഒരു വിളക്കുണ്ടാക്കിയത്. ഇത് ശരാത് വെച്ച് കത്തി, ഏറ്റവും മുകളിൽ പൈനാപ്പിൾ, മത്തങ്ങ, നേന്ത്രക്കായ, ചോളൻ, വഴുതനങ്ങ, മുരിങ്ങക്കായ. കൃഷി വകുപ്പിൻ്റെ പരിധിക്ക് ഞാൻ ഉണ്ടാക്കി വിളക്കത്. ഇത് വേറെ ടൈപ്പ് വിളക്ക്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ ബൊക്കെ കൊടുക്കണം. അവർ ബൊക്കെ കൊടുക്കണത്. അവർ ഇത് ബാംഗ്ലൂർ ആ സെറ്റിൽ വന്നപ്പോൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. KPCD എടുത്തത്. ഇതിൻ്റെ ഭാഷ ഉണ്ടായിരുന്നു. പരിപാടിക്ക് മേനക, ശാരദ, ഉർവശി അവരൊക്കെ എൻ്റെ ഇത് കൽപ്പന ബാംഗ്ലൂർ സിനിമയുടെ ആ ടൈമിൽ വന്ന് കണ്ടതാണ്. പുത്തമ്പള്ളിക്ക് പ്രധാന അച്ഛൻ വന്നത് ഈ ബൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. പുത്തമ്പള്ളി ഓശാനയ്ക്ക് അലങ്കാരം ചെയ്തതാണ്. ചെടികൾ, പൂക്കൾ. ആദ്യത്തെ കളക്ടർ ഞാറ്റുവേല ചന്തം. ഇത് ജയരാജ് വാര്യർ, രചനാനാരായണൻകുട്ടി. ചാമ്പയ്ക്ക വെച്ചിട്ട് ഒരു ബൊക്കെ, റോസപ്പൂവ്. ഇതൊരു പനയുടെ ഒരു പഴമാണത്. ഇത് വാഴയുടെ കുടപ്പൻ. നമ്മുടെ ഇതിൽ പരിപാടിയുടെ ഗോപിയാശാൻ. ഇവിടെ തൃശ്ശൂർ നടന്ന സമ്മേളനത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ പരിപാടിക്ക് ഇത് എക്സിബിഷനിൽ എക്സൈസിൻ്റെ സ്റ്റാള്. ഋഷ സിംഗ്, പ്രേമത്തില കുട്ടി, ബിജു മേനോൻ, ചെവല്ലൂർ കൃഷ്ണൻകുട്ടി, ഒരു പിറന്നാളാഘോഷം, രചനാനാരായണൻകുട്ടി. ഇതിങ്ങനെ കൊടിയേറ്റത്തിനൊക്കെ കൊടി ഉണ്ടാക്കുന്നതാണ്. കൊടിയേറ്റത്തിന് നെൽക്കതിര് പോലെ. ഇത് 3 ഓലയത്. ഇത് കളക്ടർ. ഇത് സ്കൂൾ പ്രവേശനോത്സവം പട്ടിക്കാട് നടന്ന സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഇതിന് വിളക്കുണ്ടാക്കിയതാണ്. ഇത് ജയ, കളക്ടർ, ആയിരത്തി. കോവിഡിന്റെ സമയത്ത് ആ കോവിഡിന്റെ മാതൃക ഉണ്ടാക്കിയത് ഞാൻ. കോവിഡ് കാലഘട്ടത്തിലെ കൊറോണ വൈറസിന്റെ ഒരു മാതൃക പോലെ. Dream Life Art Hub between Kottapuram Shiva Temple and Vaidyuti Bhavan, Thrissur. Call 8129715520.